ഇന്ന് നമ്മൾ ഡാർഗവില്ലിൽ നിന്ന് നമ്മൾ ഫാങ്കര എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോവാണ്. ഒരു ഹാഫ് ആൻ അവർ ട്രാവലിംഗ് ഉണ്ട് അല്ലടോണേ? അറൗണ്ട് 50 കിലോമീറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾക്ക് നമ്മുടെ വീടിൻ്റെ മുമ്പിലുള്ള പുല്ലുകളൊക്കെ നമ്മൾ തന്നെ വെട്ടണം സിഗ്നലായി. അപ്പോൾ ഇവിടെ സിഗ്നലായി. അപ്പോൾ ഇവിടെ റോഡ് പണി നടക്കുകയായിരുന്നു. അപ്പോൾ സിഗ്നൽ കഴിഞ്ഞ് ഇപ്പോൾ മെൻഷൻ ചെയ്ത് ഇപ്പോൾ 30 കിലോമീറ്റേഴ്സാണ് ഇപ്പോൾ നമ്മുടെ സ്പീഡ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ ന്യൂസിലാൻഡിലെന്ന് വെച്ചാൽ ഇവർ റോഡ് പണിയൊക്കെ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യും. ഇപ്പോൾ ഉണ്ടോ വൺ വേയിൽ കൂടിയാണ് നമ്മൾ പോകുന്നത്. അപ്പുറത്ത് ഓപ്പോസിറ്റ് വണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അത് കറക്റ്റ് ഇവർ മെൻഷൻ ചെയ്താണ് ഇവർ റോഡ് പണിയൊക്കെ നടത്തുന്നത്. അവരുടെ സേഫ്റ്റി ആയിട്ടൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടാണ് അവർ നടത്തുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ 100 സോണായി. ഇപ്പോൾ ഇൻഡിക്കേഷൻ കഴിഞ്ഞു. അപ്പോൾ ഓക്കെ 100 സോണിലാണ്. അപ്പോൾ നമ്മൾ ഫാങ്കര എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ നമ്മൾ ആ പുല്ല് വെട്ടുന്ന ഒരു മെഷീൻ വാങ്ങിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അത് നമുക്ക് വാങ്ങിച്ചിട്ട് നമുക്ക് ലേബേഴ്സിനെ കിട്ടും. നമുക്ക് വന്ന് പുല്ല് കട്ടിയിട്ടൊക്കെ പോകും. പക്ഷെ അതൊക്കെ ഭയങ്കര കോസ്റ്റ്ലിയാണ്. അപ്പോൾ അതിൽ നമ്മൾ സ്വന്തമായിട്ടൊരു മെഷീൻ വാങ്ങിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള അത്യാവശ്യം പുല്ലും കാര്യങ്ങളൊക്കെ വെട്ടി നമുക്കത് നമ്മുടെ വീട് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താം. ഇത് പുല്ല് വെട്ടിയില്ലെങ്കിൽ നമുക്ക് പെറ്റിയൊക്കെ തരും ഇവർ. അധികം കാടായിട്ടൊക്കെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പണിഷ്മെൻ്റ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടി അപ്പോൾ മുമ്പായിട്ട് തന്നെ നമ്മൾ ക്ലിയർ ചെയ്ത് മാറ്റണം. പുല്ലൊക്കെ വെട്ടി ക്ലിയർ ചെയ്ത് നിർത്തണം. അതാണ് ഇവിടുത്തെ നിയമം. അങ്ങനെയൊക്കെയാണ്. തന്നെ ലെഫ്റ്റ് സൈഡിലുള്ള റോഡ് തന്നെ രണ്ടായിട്ട് മാറും. 2 റോഡുകളാവും. അപ്പോൾ ഈ രണ്ടായിട്ട് മാറുന്ന ലെഫ്റ്റ് സൈഡിലുള്ള റോഡിലൂടെ സ്ലോ വെഹിക്കിൾ പോവുക. ഇത് കണ്ടോ, ഇതിപ്പോൾ 2 ലൈനായി. ഇതിപ്പോൾ നമ്മൾ പോകുന്ന ലെഫ്റ്റ് സൈഡിലെ റോഡാണ്. അപ്പോൾ നമുക്ക് പാസിംഗ് ലൈൻ തന്നിട്ടുണ്ട്. നമുക്ക് റൈറ്റ് ഇൻഡിക്കേഷൻ കൊടുത്തിട്ട് നമുക്ക് ആ വണ്ടീനെ ഓവർടേക്ക് ചെയ്ത് പോവാം. അല്ലാണ്ട് ഇവിടങ്ങളിൽ ചിലയിടത്തൊക്കെ നമ്മുടെ നാട്ടിൽ ചെയ്യണ പോലെയൊന്നും അങ്ങനെ പെട്ടെന്ന് ഓവർടേക്ക് ചെയ്ത് പോകാൻ പറ്റത്തില്ല. ഇതുപോലെ ഇൻഡിക്കേഷൻ കൊടുത്ത് വേണം നമുക്ക് ഒരു വണ്ടീനെ ഓവർടേക്ക് ചെയ്ത് പോകാനായിട്ട്. അപ്പോൾ അതേ ഒരു ചിലപ്പോൾ ഒരു 200-400 മീറ്റർ ഉണ്ടാവുള്ളൂ. ഇതാണ്ട് ആ പാസിംഗ് ലൈൻ തീർന്ന് വീണ്ടും നേരെ അതേപോലുള്ള ഒരു സിംഗിൾ ലൈനായിട്ട് മാറി. അങ്ങനെ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു സിസ്റ്റം ഒരു ഫോളോ അപ്പ് ചെയ്യുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ നമ്മൾ ഫാങ്കര എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ പുല്ല് വെട്ടുന്ന മെഷീന് ഈ ബണ്ണിങ്സ് എന്ന് പറയുന്ന ഒരു ഷോപ്പിലാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് മെഷീനറിയും കാര്യങ്ങളും എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കാം. അപ്പോൾ നമ്മൾ ബണ്ണിങ്സിലെത്തി. നമ്മൾ ആ പുല്ല് വെട്ടുന്ന മെഷീൻ നമുക്ക് ഇവിടുന്ന് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇത് തന്നെ, ഇതാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇത് 299 ഉണ്ട്. ഇത് നമുക്ക് എടുക്കാം. On the Ryobi website, it gets a 6-year warranty. Otherwise, it's a 4-year warranty. Okay, so we can register it online, right? Sorry? We can register it on online, right? Yes. Yeah, cool. Yeah. So your one's broke? Okay. No. We are going to buy first time. Like, there we don't have anything. We have only 2 or 3 agents to moving the loan. So it's hard to get them on the proper time. So it's good to buy one of this. Yeah. At like we have a big loan. Like normally we are paying $80. So it's good to buy this for 300. That's fine. Yeah, you'll make that back in the year. Yeah. Easy. Just that one there. Yep. Thank you. Now, you know about this? അപ്പോൾ നമ്മൾ ലോൺ മോവർ തൂക്കിയിട്ടുണ്ട്. റയോബി എന്ന് പറഞ്ഞൊരു കമ്പനിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ഫുൾ ചാർജ് ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു 30 മിനിറ്റ്സോളം നമുക്ക് യൂസബിൾ ആണ്. അപ്പോൾ നമുക്ക് നാളെ ഇതിൻ്റെ അൺബോക്സിങ്ങും അതിൻ്റെ ലോൺ മൂവിങ്ങും എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. ഓക്കെ ദെൻ ബൈ.